ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. കുറച്ച് അപ്ഡേറ്റുകളുണ്ട്, കുറച്ച് തോന അപ്ഡേറ്റുകൾ. പക്ഷെ പെട്ടെന്ന് പറഞ്ഞ തീർക്കലാണ്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജയിലർ ടൂലെ വിനായകൻ വില്ലനായിട്ട് വന്നിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ കഥാപാത്രം ഗംഭീരമായ കഥാപാത്രമായിരുന്നു. എന്നാൽ അതിന് പകരം SJ സൂര്യ വരും എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. SJ സൂര്യ എന്തായാലും അതിൽ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നുണ്ട്. വില്ലൻ റോളിലാവാനാണ് സാധ്യത എന്നും കേൾക്കുന്നുണ്ട്. പക്ഷെ അത് വിനായകനെ പോലെ ഒരു ക്യാരക്ടർ ആണോ, അതിന് പകരമാണോ എന്നും അറിയില്ല. എന്നാൽ സുരാജ് വെഞ്ഞാറമൂട്ട് ഇതിലൊരു ഗംഭീര കഥാപാത്രം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന വാർത്ത. വിനായകന്റെ ഊഴം കഴിഞ്ഞു, ജയിലർ 2 ഞെട്ടിക്കാൻ സുരാജ്. ജയിലർ 2 സുരാജ് വെഞ്ഞാറമൂട് ഭാഗമാകുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പടക്കളം സിനിമ കണ്ട ശേഷം അതിന്റെ അണിയറ പ്രവർത്തകൻ രജനീകാന്ത് വിളിച്ച് അഭിനന്ദിച്ചതിന് പിന്നാലെയാണ് ജയിലർ 2 സുരാജിന്റെ സാന്നിധ്യം ചർച്ചയായത്. പടക്കളത്തിൽ സുരാജ് വെഞ്ഞാറമൂടും പ്രധാന വേഷത്തിലെത്തിയിരുന്നു. വിനായകൻ ഞെട്ടിച്ചതുപോലെ സുരാജ് വെഞ്ഞാറമൂടും തലൈവരെ ഞെട്ടിക്കുമോ എന്നാണ് പലരും ചർച്ച ചെയ്യുന്നത്. ഓഫ്കോഴ്സ് അദ്ദേഹത്തിന് നല്ല കാലിബർ ഉണ്ട് എന്നുള്ളത് വീരധീര സൂര എന്ന് പറഞ്ഞ സിനിമയിലെ കഥാപാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഗംഭീര കഥാപാത്രമായിരുന്നു. ബട്ട് വിനായകന്റെ തട്ട് താഴെ തന്നെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ്, ഹൃദയപൂർവ്വം പാക്കപ്പ് പൊതിഞ്ഞു കെട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി തുറന്നു വിട്ടാൽ മതി. മോഹൻലാൽ തന്നെയാണ് ഇതിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത്. ദാറ്റ്സ് എ റാപ്പ്, സീ യു ഓൺ ദ ബിഗ് സ്ക്രീൻ, ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇട്ടിട്ടുണ്ട്. ആൻഡ് മറ്റേ ക്ലാപ്പ് ബോർഡും ഇട്ടിട്ടുണ്ട്. പാക്കപ്പ്, ഹൃദയപൂർവ്വം പാക്കപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. സത്യൻ അന്തിക്കാട്, ആന്റണി പെരുമ്പാവൂർ, എൻ്റെ അമ്മോ കണ്ടറിയാം. നെക്സ്റ്റ്, വിജയുടെ കൂടെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന മമിത ബൈജു എന്ന് പറഞ്ഞ മലയാളികളുടെ സ്വന്തം മമിത ബൈജു ഇനി വരാൻ പോകുന്നത് സൂര്യയുടെ കൂടെയാണ്. അന്ന് ദളപതിക്കൊപ്പം ഇപ്പോൾ സൂര്യയും ട്രാക്ക് മാറ്റി മമത ബൈജു. ട്രാക്ക് മാറ്റി ഒന്നും പറയാൻ പറ്റില്ല, തമിഴിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലേ പറയേണ്ടത്. എന്ത് പറഞ്ഞാലും പ്രശ്നം. എന്തായാലും അതിൽ കഥാപാത്രം ചെയ്യുന്നത് പ്രേമലൂരിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ സപ്പോർട്ടാണ് അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തമിഴ് സിനിമയിൽ നിന്ന്. ഇനി പറയാനുള്ളത്, അടിച്ചമർത്തപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ നരിവേട്ട പ്രവർത്തിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ടൊവിനോ തോമസ് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് ചരിത്രം എന്നൊന്നും പറയുന്നില്ല. എന്റെ കഥാപാത്രം സാങ്കല്പികമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ്, ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ ഒരുക്കിയ പുതിയ ചിത്രം നരിവേട്ട റിലീസ് ഒരുങ്ങുന്നു. മെയ് 23 എന്ന് പറയുമ്പോൾ ഇന്ന് 20ആയി. ജസ്റ്റ് 3 more days റിലീസായ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ട്രെയിലർ, ഗാനങ്ങൾ എന്നിവയെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ സൂപ്പർ ഹിറ്റാണ്. പെട്ടെന്ന് പറയും വേണത് വായി കൊടുക്കുന്നുണ്ട്. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും റിലീസ് ചെയ്യുന്ന ചിത്രം ഗംഭീര പാൻ ഇന്ത്യൻ റിലീസാണ് ലക്ഷ്യമിടുന്നത്. തമിഴിൽ AGS എന്റർടൈൻമെന്റ് ആണ് വിതരണം ചെയ്യുന്നത്. തെലുങ്കിൽ വിതരണം ചെയ്തത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ഹിന്ദിയിൽ വൈഡ് ആംഗിൾ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് ചിത്രം പ്രദർശനത്തിന് എത്തിക്കുമ്പോൾ കന്നഡയിൽ എത്തിക്കുന്നത് ബാംഗ്ലൂർ കുമാർ ഫിലിംസ്. അതായത് ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പടം മൊത്തത്തിൽ ഒരു ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ആണ് എന്ന് തന്നെയാണ് ഇതുവരെ കിട്ടിയ വാർത്തകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊരു പൊളിക്കും എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞത്. എനിക്ക് എങ്ങനെ അറിയാം? രാമായണയിൽ കാജൽ അഗർവാളും ഏത് കഥാപാത്രമാണ് കാജൽ അഗർവാൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിതേഷ് തിവാരിയുടെ രാമായണയിൽ തെന്നിന്ത്യൻ നടി കാജൽ അഗർവാൾ ചിത്രത്തിൽ നടി മണ്ഡോദരിയുടെ വേഷം അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. രാമായണത്തിലെ മണ്ഡോദരിയുടെ കൊള്ളാം, 2 കട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ നിർത്തിയത് രാമായണത്തിൽ മണ്ഡോദരിയുടെ വേഷം നിർണായകമാണ്. അതിനാൽ രാവണന്റെ ഭാര്യയുടെ സങ്കീർണതകളും പ്രാധാന്യവും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന നടിയെ മണ്ഡോദരിയായി നിർമ്മാതാക്കൾ അവതരിപ്പിക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്ന് വൃത്തങ്ങൾ പറയുന്നു. ഏത് വൃത്തങ്ങൾ? പല ഭാഷകളിലും ശക്തമായ സാന്നിധ്യമുള്ള നടിയെയാണ് നിർമ്മാതാക്കൾ അന്വേഷിച്ചത്. ബോളിവുഡിൽ നിന്നുൾപ്പെടെ നിരവധി നടിമാരെ പരിഗണിച്ചെങ്കിലും വടക്കൻ ദക്ഷിണേന്ത്യകളിലെ സ്വാധീനം കാജൽ അഗർവാളിനെ തിരഞ്ഞെടുക്കുന്നതിൽ നയിച്ചു. ഗംഭീരം. നമിത് മൽഹോത്രയും യശും ചേർന്ന് നിർമ്മിക്കുന്ന രാമായണക്ക് 2 ഭാഗങ്ങളാണുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം. 2016 ദീപാവലിയിൽ ആദ്യത്തെ ഭാഗവും, 2026 പ്രശ്നമാണല്ലോ. 2026 ദീപാവലിയിൽ ആദ്യ ഭാഗം, 2027 ദീപാവലിയിൽ 2ാമത്തെ ഭാഗവും അവർ പുറത്തുവിടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീരാമനായി രൺബീർ കപൂർ, സീതയായി സായ് പല്ലവി, ലക്ഷ്മണനായി രവി ദുബെ, കൈകേയി ലാറ ദത്ത, ഹനുമാനായി സണ്ണി ഡിയോൾ എന്നിവരുൾപ്പെടെ ഒരു മികച്ച താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അതിന്റെ കംപ്ലീറ്റ് താരനിരകളുടെ ഒരു ഏകദേശം, കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓൾമോസ്റ്റ് 80 എബോവ് നമ്മൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ടവർക്ക് തപ്പിയാൽ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ്, ഖലീഫയുടെ അപ്ഡേറ്റ് നമ്മൾ ധരിപ്പിക്കുകയാണ്. കാരണം ഖലീഫ
ഒന്നുമല്ല, എവിടെ എത്തിയില്ല. ആദ്യം എവിടെയോ ഒന്ന് പറഞ്ഞു കേട്ടു, പിന്നെ ഒരു അപ്ഡേറ്റ് ഇതിനെ വന്നു വരുന്നില്ല. പൃഥ്വിരാജ് ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, വൈശാഖ് ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ബട്ട് ഫൈനലി വൈശാഖ് എന്ത് ചെയ്തു, ഓരോ ഫോട്ടോ ഇടാൻ തുടങ്ങി. ഇത് ലൊക്കേഷൻ സ്റ്റില്ല്, ഇത് മറ്റേ വേറെ സ്റ്റില്ല് എന്നൊക്കെ പറഞ്ഞ് സ്റ്റില്ലുകളുടെ ഒരു ഒരു ഘോരമായ ഘോരമായ മഴ തന്നെ അവർ വർഷിപ്പിച്ചു. അങ്ങനെ ഫൈനലി ഇപ്പൊ കേൾക്കുന്ന വാർത്ത ഇതാണ്: സത്യൻ സൂര്യൻ DOP ഓഫ് ഖൈദി ആൻഡ് മാസ്റ്റർ ഓൺ ബോർഡ് ഖലീഫ. ഖലീഫയുടെ DOP ചെയ്യുന്നത് മാസ്റ്ററിന്റെയും ഖൈദിയുടെ ഒക്കെ DOP ആയിരുന്ന സത്യൻ സൂര്യനാണ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ. അപ്പോ കുറച്ചു കാലം കാത്തിരുന്നെങ്കിലും ഒരു കിടലൻ സാധനം തരാനാണ് സാധ്യത. അടുത്ത ഫാൻ ബോയ് സംഭവം ലോഡിംഗ്. ARM സംവിധായകനോടൊപ്പം അടുത്ത ചിത്രം ആര്? മോഹൻലാൽ, സാക്ഷാൽ ലാലേട്ടൻ. എന്താണ് ആ വാർത്ത? നോക്കാം. ലിജോ ജോസ് പെല്ലിശ്ശേരി, തരുൺ മൂർത്തി എന്നിവർക്കൊപ്പമുള്ള സിനിമ മോഹൻലാൽ ചെയ്യുകയുണ്ടായി. ഞങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തിന്റെ അപ്കമിങ് ഫിലിമോഗ്രഫിയിൽ ഇനിയും യുവനിര സംവിധായകർ കടന്നു വരുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അതിൽ കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ആദ്യവട്ട ചർച്ചകൾ പൂർത്തിയായി നിർമ്മാതാവായ മണിയൻ പിള്ളരാജു പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് കുറെ അപ്ഡേറ്റുകൾ വന്നിരുന്നു. പോട്ടെ, ഇപ്പോ ഇതാ മോഹൻലാലിനെ നായകനാക്കി ചിത്രമൊരുക്കാൻ മറ്റൊരു യുവ സംവിധായകനും ശ്രമത്തിലാണ്. ARM എന്ന അരങ്ങേറ്റ ചിത്രത്തിലൂടെ തന്നെ വലിയ വിജയം നേടിയ ജിതിൻ ലാലാണ് ആ വഴിക്കുള്ള തന്റെ ശ്രമങ്ങളുടെ അപ്ഡേറ്റുകൾ അറിയിച്ചിരിക്കുന്നത്. സോ അടുത്തത് ജിതിൻ ലാലിന്റെ കൂടെ ഒരു ഗംഭീര പടം നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ ലാലേട്ട? അതെ. വേൾഡ് വൈഡ് 235 കോടി കളക്ഷൻ കഴിഞ്ഞിരുന്നു റെട്രോ. ഇത് 2 ദിവസം വന്നാണ് പറഞ്ഞു എന്നേ ഉള്ളൂ. മിക്സർ റിവ്യൂസ് ഒക്കെ കേട്ടിരുന്നെങ്കിൽ പോലും തൂക്കി അടിച്ചിട്ടേ ഇരിക്കും. നാം ജയിച്ചിട്ടോ മാരാ. ബിഗ് ക്യാൻവാസ് എന്റർടൈനിങ് മൂവിയാകും ഐ ആം ഗെയിം. എന്ന് പറയുമ്പോൾ DQ മാത്രമല്ല, അതിൽ നമ്മുടെ ഹാസ്യതായത്തുണ്ട് എന്നുള്ളത് വലിയൊരു പ്രതീക്ഷയാണ്. നമ്മുടെ RRR ഉള്ളത്, അതിനുശേഷം RRR, ഭയങ്കര RDX പാളിച്ചകൾ. അപ്പോ RRR പിന്നെ RDXന് ശേഷം ഹാസ്യതായത്ത് ചെയ്യുന്നുള്ളത് വലിയ പ്രതീക്ഷ. 2 വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് തന്നെയാണെന്നാണ് തോന്നുന്നത്, തെറ്റൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് DQ ഉണ്ടെന്നുള്ളത് ആൻഡ് ഇടി മെഷീൻ പെപ്പെ ഉണ്ടെന്നുള്ളത്. എന്തായാലും ക്രിക്കറ്റ് രംഗങ്ങൾ കൊറിയോഗ്രാഫ് ചെയ്യുന്നതിനായി സ്പോർട്സ് പെർഫോമൻസ് കോച്ചായ റോബർട്ട് മില്ലർ ദുൽഖർ ചിത്രം ഐ ആം ഗെയിമിൽ ജോയിൻ ചെയ്തു. ഫോട്ടോവും വന്നിട്ടുണ്ട്. എന്താണ് വാർത്ത? റോബർട്ട് മില്ലർ ചക് ദേ ഇന്ത്യ, ബാഗ് മിൽഖ ബാഗ്, 83, മൈദാൻ, ജേഴ്സി തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അല്ലെങ്കിൽ സിനിമകളിൽ സ്പോർട്സ് പെർഫോമൻസ് കോച്ചായി വർക്ക് ചെയ്ത ആളാണ്. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം ക്രിക്കറ്റിന് വളരെ പ്രാധാന്യമുള്ള സിനിമ കൂടിയാകും എന്നാണ് സൂചന. സോ അതിലേക്ക് വരുന്ന ഇദ്ദേഹമാണ് മില്ലർ. മിസ്റ്റർ മില്ലർ വരുമ്പോൾ എന്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ആൻഡ് ഐ ആം ഗെയിം എന്ന് പറയുമ്പോൾ പലതരത്തിൽ ഇതൊരു പരീക്ഷണ ചിത്രമായ രീതിയിൽ ഭയങ്കരമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ബട്ട് പരീക്ഷണ ചിത്രം തന്നെ ആകാൻ സാധ്യത ഉണ്ടെന്ന് നമുക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പോസ്റ്റൊക്കെ കണ്ടോ, കൈ ഇങ്ങനെ വെച്ച് ഒരു കയ്യിൽ ബോളും. അതിൽ പല ആളുകളും പറയുണ്ടായി ഒന്ന് അദ്ദേഹത്തിന്റെ കൈയും ഒന്ന് വേറെ ആരുടെയോ കൈയാണെന്നൊക്കെ. പക്ഷെ കണ്ട് ഞാൻ അങ്ങനെ തോന്നൂല, വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ് എന്തായാലും നമുക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞമ്മന്റെ സ്വന്തം സൂര്യ 46 വിജയ് ദേവരക്കൊണ്ട. ഇവൻ എങ്ങനെ ഇത് പറയേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തിന് പേരിടേ? വിജയ് ദേവരക്കൊണ്ട വിജയ് ദേവരക്കൊണ്ട ഇൻ ടോക്സ് ടു, അതാണ് ഒരു സുഖം, ഇൻ ടോക്സ് ടു പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ സൂര്യ 46 ബൈ വെങ്കി അഡ്ലൂരി. പൊളി.